ഒരു മിനിമം മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. മിനിമം എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് കിട്ടില്ല, മാത്രമല്ല മോഡറേഷൻ, ഒരു ആവറേജ് മോഡറേഷൻ കൊടുത്താൽ പോലും പാസ്സാവുന്ന തരത്തിൽ മാർക്ക് കിട്ടാൻ യോഗ്യതയുള്ള ഒരു ഗവൺമെൻറ് അല്ല എന്നുള്ളതാണ് ഇതിൽ ഈ കേരള ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് പ്രാഥമികമായി കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ മനസ്സിലാക്കും. ഇത്രമാത്രം വെറുക്കപ്പെട്ട, സാധാരണക്കാരായ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ചില സഹായങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. ആ സഹായത്തിൻ്റെ ഒരു പച്ചപ്പാണ് ഇന്നിപ്പോൾ നമുക്ക് കാണുക. റെയിൽവേ വികസനമായാലും ശരി, കേരളത്തിൽ അങ്ങോളം നടന്നാൽ റെയിൽവേ വികസനം നമുക്ക് കാണാൻ കഴിയും. കൊല്ലത്ത് ചെന്നാൽ കാണാം, കോഴിക്കോട് ചെന്നാൽ കാണാം, എറണാകുളത്ത് ചെന്നാൽ ഏത് റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും റെയിൽവേയുടെ വികസനം കാണാൻ കഴിയും. അതിൽ ഒരു പങ്കും സംസ്ഥാന ഗവൺമെൻറ്. അതേപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ വികസനം, ആ ഒരു രണ്ട് വികസനങ്ങൾ അതല്ലാതെ മറ്റ് നമുക്ക് എടുത്തു കാണിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രയത്നത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പ്രയത്നത്താൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. വിഴിഞ്ഞത്ത് തന്നെ അപഹാസ്യമായ രീതിയിൽ നമുക്കറിയാം, അവിടുത്തെ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രെയിൻ കൊണ്ടുവന്നത് ആദ്യത്തെ കപ്പൽ എന്നുള്ള രീതിയിലാണ്. നമ്മൾ റോഡിൻ്റെ പാലം പണിയാൻ വേണ്ടിയിട്ട് ലോറിയിൽ കമ്പി കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ വാഹനം വന്നേ എന്ന് വിളിച്ച് പ്രചരണം നടത്തി ആദ്യത്തെ വാഹനം എന്നുള്ള നിലയിൽ ഉദ്ഘാടനം നടത്തി പോയെന്നല്ലത് അവിടെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ മൂന്നാമത്തെ ക്രെയിനും കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സാധന സാമഗ്രികൾ കൊണ്ട് അടുത്തൊരു കപ്പൽ വരുന്നുണ്ടാണ്. അല്ലാതെ വിഴിഞ്ഞത്തിനും ഈ പറഞ്ഞതുപോലെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDF ഗവൺമെൻറ് കാലത്തായാലും LDFൻ്റെ ഗവൺമെൻറ് കാലത്തായാലും ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഇത്ര ആദ്യത്തെ കപ്പൽ അവിടെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി എന്നുള്ളതല്ലാതെ അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, നമ്മുടെ ഇൻഡസ്ട്രി, അതേപോലെ പാവങ്ങൾക്ക് കിട്ടുന്ന സോഷ്യൽ വെൽഫെയർ മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു മേഖലയിലും മികച്ചതാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. വളരെ ബോധപൂർവം കേരളത്തിലെ പൊതുസമൂഹത്തെ, മാധ്യമങ്ങളെ എല്ലാവരെയും വഴിതിരിച്ചു വിട്ടിട്ട് അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ ഈ വിഷയം മാറ്റിക്കൊണ്ടു പോകാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് അതിലൊരു ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാസ് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, മറ്റേ ജനസമ്പർക്ക യാത്രയുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് തുടങ്ങി. ആദ്യത്തെ ഏകദേശം ഒരു ജില്ലയിൽ ആദ്യത്തെ ജില്ലയിൽ അവർ കൊണ്ടുവന്ന പാവപ്പെട്ട ആളുകളെ, തൊഴിലുറപ്പ് ആളുകളെ, കുടുംബശ്രീ ആളുകളെ, അല്ലെങ്കിൽ മറ്റവരുടെ യൂണിയൻ്റെ ആളുകളെയൊക്കെ നിർബന്ധിച്ച്, വന്നില്ലെങ്കിൽ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ നാളെ യൂണിയനിൽ നിന്ന് പുറത്താക്കും, അങ്ങനെയൊക്കെയുള്ള നിർബന്ധിച്ച് കുറേ ആളുകളെ CPM വിചാരിച്ച കുറേ ആളുകളെ കൊണ്ടിരുത്താൻ കഴിയുമെന്നുള്ളതല്ലാതെ അവർ പ്രചരിപ്പിച്ച തരത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിഞ്ഞില്ല ആദ്യത്തെ ഒരു ജില്ലയിൽ തന്നെ. അതേസമയം അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ തന്ത്രം വിജയിച്ചു. കണ്ണൂരിലേക്ക് വന്നപ്പോൾ തന്നെ ആദ്യത്തെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവരക്ഷാ നടപടിയിലേക്ക് മുഖ്യമന്ത്രി പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന ആ സംഭവം സത്യത്തിൽ ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യത്വം അല്പമെങ്കിലുമുള്ള ഒരാൾക്ക് പോലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൽ ഒരാൾ ന്യായീകരിച്ചു. അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, പ്രവർത്തകരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയതാണ്, ഇത് കൂടുതൽ നമ്മുടെ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കണം ജീവൻ രക്ഷാ മാർഗം എന്നൊക്കെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ തുടർന്നുള്ള മാധ്യമ വിവാദങ്ങളും അതിനോടുള്ള എതിർപ്പുകളും പൊതു സമൂഹത്തിനുള്ള എതിർപ്പുകളും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള എതിർപ്പുകൾ കൂടി ഈ നവകേരള യാത്രയെ ഒരു വലിയ സംഭവമാക്കി ആളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധാരണ ജനങ്ങൾക്ക് അത് ഉദ്ദേശിച്ച തലത്തിൽ ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിലും CPMനെ സംബന്ധിച്ചൊരു വലിയ പ്രചരണ പരിപാടിയായി മാറ്റി. പക്ഷേ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവർ ഉദ്ദേശ തലത്തിൽ അവരുടെ അജണ്ട തിരിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം തന്നെ അവരുടെ പിടിപ്പുകേട് കൊണ്ട്, സാമ്പത്തിക മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ കേരളത്തിലെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായ സമയത്ത് കേന്ദ്രമാണ് ഇതൊന്നും കൊണ്ട് തരാത്തത് എന്നുള്ളൊരു കള്ളപ്രചരണം നടത്തി. അതിലും ഒരു പരിധിവരെ മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ അവരുടെ അണികളെയെങ്കിലും ആവേശം കൊള്ളിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാറ്റി നിർത്തി നോക്കിയാൽ അമ്പേ പരാജയമായിരുന്നു എല്ലാ മേഖലയിലും ഇന്നുവരെ ഉണ്ടായിട്ടുള്ള കേരളത്തിൻ്റെ ഗവൺമെൻറ്റുകളിൽ, സർക്കാരുകളിൽ ഏറ്റവും
മോശ പ്രകടനം കാഴ്ചവെച്ച മനുഷ്യത്വരഹിതമായ സാമൂഹ്യമായി യാതൊരു ജനങ്ങൾക്ക് ദുരിതം മാത്രം സാമൂഹ്യമായി നോക്കുമ്പോൾ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഒരു അവസ്ഥയിലും ഒരു തരത്തിലും ഒരു കാര്യത്തിലും മേന്മ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് LDFൻ്റെ ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ്. അതിൽ പ്രത്യേകിച്ചും ഈ 2023-24 ഈ ഒരു